നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. UDF MLA-മാർ നിരാഹാരം തുടരുന്നതിൽ ഇനി അർത്ഥമുണ്ടോ? ഒപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പുതിയ യുദ്ധമുഖത്തേക്ക് കൂടി ചർച്ച നീളും. 25ഓളം UDF MLA-മാരുടെ ഇരട്ടത്താപ്പ് പുറത്താകുമ്പോൾ ഇനിയും നിരാഹാര സമരം തുടരുന്നതിൽ അർത്ഥമുണ്ടോ? ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ആദ്യം പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് M. വിൻസെൻ്റ് MLA, ഡോക്ടർ ഫസൽ ഗഫൂർ, SFI സംസ്ഥാന സെക്രട്ടറി വിജിൻ, PC ജോർജ് എന്നിവർ. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. ശ്രീ M. വിൻസെൻ്റ്, ഇനി UDF MLA-മാർ നിരാഹാരം കിടക്കുന്നത് എന്തിനാണ്? 25ഓളം പേരുടെ പേരാണ് ഇന്ന് പീപ്പിൾ തന്നെ പുറത്തു വിട്ടിരിക്കുന്നത്. ഈ MLA-മാരുടെ മക്കൾ സ്വാശ്രയ കോളേജുകളിൽ ഇപ്പോൾ നിങ്ങൾ ആരോപിക്കുന്ന തലവരിപ്പണം നൽകിക്കൊണ്ട് അഡ്മിഷൻ നേടിയവരാണ്, മെറിറ്റിലൂടെ അല്ലാതെ. ഇനി എന്തുണ്ട് പറയാൻ? ഇനി എന്തിനാണ് UDF MLA-മാർ നിരാഹാരം കിടക്കുന്നത് എന്ന്, എന്തിനു വേണ്ടിയിട്ടാണ് അവർ നിരാഹാരം കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം സ്വാശ്രയ കോളേജുകൾക്ക് ഞങ്ങൾ എതിരല്ല. ഞങ്ങളുടെ കാലത്താണ് യഥാർത്ഥത്തിൽ സ്വാശ്രയ കോളേജുകളും സ്വാശ്രയ മേഖല ഇവിടെ തുറന്നു കൊടുത്തത്. ഞങ്ങളുടെ കാലത്താണ്. ശരി, ആ ചരിത്രത്തിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചരിത്രത്തിലേക്ക് ഞങ്ങൾ ഒരു കാലത്തും സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരായിരുന്നിട്ടില്ല. ഞങ്ങൾ പക്ഷേ എതിരായിരുന്നു. LDF ഇത് തുടങ്ങുമ്പോൾ തന്നെ സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. ശരി, സ്വാശ്രയ സ്ഥാപനങ്ങൾ അവരെ തുറന്നു കാട്ടാം. LDF ഫണ്ട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണോ നിരാഹാരം കിടക്കുന്നത്? അല്ല, ഞാൻ വരട്ടെ. നിങ്ങൾ അസ്വസ്ഥരാ, തുടക്കം മുതലേ അസ്വസ്ഥരാകാൻ നിൽക്കരുത്. എനിക്ക് സമയം വളരെ പരിമിതമാണ്. അല്ല, ഒരു മണിക്കൂർ ചർച്ചയുണ്ട്. ആദ്യത്തെ മണിക്കൂറിൽ സ്വാശ്രയ ഒരു മണിക്കൂർ നിമിഷം പോലും സ്വസ്ഥമായി ഞാനിരിക്കില്ല. സമയം പ്രശ്നമായതുകൊണ്ട് അസ്വസ്ഥമായി തന്നെ പണം വാങ്ങുന്നു എന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പരാതി. നേരത്തെ നിങ്ങൾ ഫീസ് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഗവൺമെന്റ് ഇതുമായി ഒത്തുകളിച്ചു എന്നും അഴിമതി നടന്നു എന്നും പണം വാങ്ങി എന്നും നിങ്ങൾ ഇടയ്ക്ക് പറയുന്നത് കേട്ടു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തലവരി പണം, ക്യാപിറ്റേഷൻ ഫീ എന്നൊരു കാര്യമാണ്. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഇപ്പോൾ നിരാഹാരം കിടക്കുന്നവർ ഉൾപ്പെടെ, അനുഭാവ സമരം പ്രകടിപ്പിച്ച് കിടക്കുന്നവർ ഉൾപ്പെടെയുള്ളവർ ആ സമരപ്പന്തലിൽ ഇരുന്നു കൊണ്ട് സ്വാശ്രയ മാനേജ്മെന്റുകളുമായി കച്ചവടം നടത്തി. ഒരു മണിക്കൂർ ചർച്ചയിൽ 1 മിനിറ്റിന് മുമ്പേ താങ്കൾ അസ്വസ്ഥനായി. ഇതാണ് ചോദ്യം. താങ്കളുടെ ചോദ്യത്തിനെടുക്കുന്ന സമയമെങ്കിലും ഉത്തരം നൽകാൻ എനിക്ക് നൽകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ പറഞ്ഞു വന്നത് സ്വാശ്രയ കോളേജുകൾക്ക് ഞങ്ങൾ എതിരല്ല, സ്വാശ്രയ കോളേജുകൾ വേണ്ട, അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിൻ്റെ പെട്ട അവരുടെ നേതാക്കളുടെ മക്കൾ സ്വാശ്രയ കോളേജിൽ പഠിക്കുന്നതിൻ്റെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. സമയം ഉണ്ടെങ്കിൽ ഞാനിത് വായിക്കാം. ശരി, ആദ്യത്തെ ചോദ്യം ശ്രീ M. വിൻസെന്റ്, ഞങ്ങളോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് പകരം അങ്ങ് കൊണ്ടുവന്നിരിക്കുന്നത് തലവരിപ്പണം വാങ്ങിയിരിക്കുന്ന ഈ നിയമസഭയിലുള്ള മറ്റ് 25 ഇടതുപക്ഷ MLA-മാരുടെ ലിസ്റ്റാണെന്നാണ് ഞാൻ അങ്ങ് പറയുന്നത്. ഇടതുപക്ഷത്തിനാണ് ഈ സ്വാശ്രയ കോളേജിനോട് എതിർപ്പ്, ഇടതുപക്ഷ MLA-മാർക്ക് മാത്രമല്ല. എന്റെ ചോദ്യത്തിന് ആദ്യത്തെ ചോദ്യം, അങ്ങയുടെ ആ ലിസ്റ്റ് ഞാൻ എടുക്കാം. പക്ഷെ അതിനു മുമ്പ് എന്റെ ചോദ്യം ഇതാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ 25 MLA-മാരുടെ മക്കൾ മെറിറ്റ് ഇല്ലാതെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ അനധികൃതമായി ക്യാപിറ്റേഷൻ ഫീ നൽകി അഡ്മിഷൻ വാങ്ങിയിട്ടുണ്ടോ? അത് സമ്മതിക്കുകയാണോ ഈ ലിസ്റ്റും കൊണ്ട് ഇപ്പോൾ വന്നതിൻ്റെ അർത്ഥം? ഒന്നുമല്ല. സ്വാശ്രയ കോളേജിൽ UDF നേതാക്കളുടെ മക്കൾ പഠിക്കുന്നു, അതാണ് പഠിക്കുന്നു, അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഇല്ല, അതല്ല എന്റെ ചോദ്യം. അതല്ല ഞാൻ എന്തുകൊണ്ടാണ് എന്റെ ചോദ്യം പിന്നെയും വരുന്നതെന്ന് അങ്ങ് ശ്രദ്ധിക്കുക. ഞാൻ ഇവർ എവിടെയും പഠിച്ചോട്ടെ, ഇടതുപക്ഷക്കാരോ മറ്റവരോ സ്വാശ്രയ മെഡിക്കൽ കോളേജ് കള്ളന്മാർ നടത്തുന്നൊന്നും അല്ലല്ലോ. ഈ സംസ്ഥാനത്തുള്ള സിലബസ് അനുസരിച്ചും അവർ വേണ്ട രീതിയിൽ തന്നെ കാര്യങ്ങൾ നടത്തുന്നതാണല്ലോ, എല്ലാ നിയമപ്രകാരമാണല്ലോ. അല്ല, അത് പോയിക്കോട്ടെ, അതല്ല ചോദ്യം. അതല്ല എന്റെ ചോദ്യം. ഈ ക്യാപിറ്റേഷൻ ഫീക്കെതിരെ നിങ്ങൾ നിരാഹാരം കിടക്കുകയാണ്. ഈ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്നു നിങ്ങൾ, അല്ലെങ്കിൽ ഈ നാട്ടിലെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു. തെരുവിൽ ഇറങ്ങിയ ആളുകളുടെ യാത്രാ അധികാരം, അവകാശങ്ങളൊക്കെ നിങ്ങൾ തടയുന്നു. കരിങ്കൊടിയുമായി നിങ്ങളുടെ പാവം പിള്ളേർ റോഡിലാണ്. അവരെയൊക്കെ നിങ്ങൾ ഇളക്കി വിട്ടിരിക്കുന്നത് ഈ തലവരിപ്പണം കൊടുത്തുകൊണ്ട്
യോഗ്യതയില്ലാതെ മെറിറ്റ് ഇല്ലാതെ എൻട്രൻസ് പരീക്ഷ പോലും പാസ്സാകാത്ത നിങ്ങളുടെ നേതാക്കൾ ഈ കോളേജുകളിൽ പഠിക്കാൻ ചേർന്നിട്ടാണോ? എൻട്രൻസ് പരീക്ഷ പോലും എഴുതാത്ത നേതാക്കളുടെ മക്കൾ നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ മക്കൾ ചേർന്നിട്ടുണ്ട്, പറയണോ? അതിനെതിരെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഉത്തരവാദിത്തമുള്ള MLA-മാരാണെങ്കിൽ UDF ജനങ്ങളുടെ ഭാഗത്താണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നിരാഹാരം അങ്ങനെ അനധികൃതമായി LDF-ന്റെ MLA-മാരുടെ മക്കൾ ബാക്ക് ഡോറിലൂടെ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിരാഹാരം കിടന്നിരുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും എന്നെ ഒരു വാചകം പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒന്ന് അനുവദിക്കണം ദയവ് ചെയ്ത്. ഒരു ചർച്ചയിൽ അങ്ങേക്ക് ഇടപെടാം, പക്ഷേ അത് ചർച്ചയുടെ വഴിതിരിഞ്ഞ് പോവുകയാണെങ്കിൽ അങ്ങേക്ക് ഇടപെടാം. പക്ഷേ ഒരു പറയാനുള്ള ഒന്ന് പറയാൻ അവസരം തരണം. എന്താണ് ഞങ്ങളുടെ സമരത്തിൻ്റെ ബാനറെല്ലാം നിങ്ങൾ നോക്കണം. അവിടെ എല്ലാം ഞങ്ങൾ ഇങ്ങനെ അന്യായമായ ഫീസ് വർധനവിനെതിരായിട്ടാണ്. അതാണ് മെയിൻ. അല്ല തലവരിപ്പണം ഞങ്ങൾ അതോടൊപ്പം ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഫീസ് വർദ്ധിപ്പിച്ച് നൽകിയപ്പോൾ തലവരിപ്പണം നിർത്തി ഇട്ടാണ് ഞങ്ങൾ ഫീസ് വർദ്ധിപ്പിച്ചത് എന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം. അല്ല, എന്റെ സംശയം ശ്രീ എം വിൻസെന്റ്, നമുക്ക് കാര്യമായിട്ട് തന്നെ ഞാൻ അങ്ങയോട് തന്നെ സംശയം ചോദിക്കട്ടെ. ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ രീതി എന്ന് പറയുന്നത് നീറ്റ് പോലെയുള്ളൊരു ലിസ്റ്റ് പരീക്ഷ നടത്തി അതിൻ്റെ ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് വേണം ആളുകളെ എടുക്കാൻ. അങ്ങനെ എടുക്കുമ്പോൾ ആ ലിസ്റ്റ് അട്ടിമറിക്കാൻ പാടില്ല. അതിൽ വിവിധ കാറ്റഗറികളിൽ വരുന്നവർക്ക് വിവിധ ഫീസുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് പറയുന്ന പോലെ നേരിയ വർധനവുകളൊക്കെ പലയിടത്തും ഉണ്ട്. അല്ല, ശരി ശരി, പക്ഷേ ആ ലിസ്റ്റ് അട്ടിമറിച്ചുകൊണ്ട് ഒരാൾക്ക് ക്യാപിറ്റേഷൻ ഫീ വാങ്ങി അവിടെ അഡ്മിഷൻ നടത്തിയാൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാം. അതാണല്ലോ 1300 പരാതികൾ ജെയിംസ് കമ്മിറ്റിയുടെ മുമ്പാകെ എത്തിയത്. ചെറിയ കാരണങ്ങൾ മാത്രമല്ല, ഈ ചില സ്വാശ്രയ കോളേജുകൾ അവരുടെ വെബ്സൈറ്റ് കൃത്യ ദിവസം ബ്ലോക്ക് ചെയ്യുക. അല്ല അത് ബ്ലോക്ക് ചെയ്ത്. എൻ്റെ ആദ്യത്തെ ചോദ്യം, അങ്ങ് എങ്ങനെയാണ് ഇപ്പോൾ ഉഴപ്പിത്തള്ളുന്നത്? ഇന്ന് നമ്മുടെ ചാനൽ പുറത്തു വിട്ടിരിക്കുന്നത് 25 MLA-മാർ തലവരിപ്പണം വാങ്ങിക്കൊണ്ട് അവരുടെ മക്കളിൽ പലരും എൻട്രൻസ് പരീക്ഷ പോലും പാസ്സാകാതെ ഈ സ്വാശ്രയ കോളേജുകളിൽ ചേർന്നു എന്നുള്ളതിന് അങ്ങ് പറയുന്നത് ചില ഇടതുപക്ഷക്കാർക്കും അങ്ങനെ ലിസ്റ്റിലില്ലാത്തവരെയൊക്കെ അല്ലെങ്കിൽ പരീക്ഷ പാസ്സാകാത്തവരെയും കയറ്റിയിട്ടുണ്ടല്ലോ. ചില MLA-മാരുടെ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരുടെയും പേര് ഞാനും പറയാം. അതുകൊണ്ട് ഞങ്ങൾക്കും അത് സമ്മതിക്കണം. അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ പറയുന്നത് സ്വാശ്രയ കോളേജിൽ ഞങ്ങളുടെ നേതാക്കളുടെ മക്കൾ പഠിക്കുന്നു. കാരണം ഞങ്ങൾ സ്വാശ്രയ കോളേജുകൾക്കെതിരല്ല. നിങ്ങൾ സ്വാശ്രയ കോളേജുകൾക്ക് എതിരായി സമരം ചെയ്തവർ അതേ കോളേജിൽ പോയി ആ സമരം ചെയ്ത അതൊക്കെയല്ല. അതല്ല സ്വാശ്രയ കോളേജിനെ കുറിച്ച്. നിങ്ങൾ സ്വാശ്രയ കോളേജിനെതിരാണ് LDF. ഇപ്പൊ അവര് വന്നതിന് ശേഷം സ്വാശ്രയ കോളേജ് നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ നിരാകാരം കിടക്കുന്നത്? DYFIയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ രമേശൻ, അദ്ദേഹം ഇതിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ MLA-മാരെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ഇടതുപക്ഷം MLA-മാർ മാത്രമാണോ പാർട്ടി? ഞാൻ പറയുന്നത് തെറ്റായ ഒരാളും കൂടി ഉണ്ടല്ലോ. ദുർബലമായ വാദമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. ദുർബലമായ UDF MLA-മാർ ഇപ്പോ അവിടെ നിരാഹാരം കിടക്കുന്നു. സ്വാശ്രയ കോളേജിനെതിരായി സമരം ചെയ്തവർ അവിടെ അഡ്മിഷൻ നേടി എന്ന് പറയുമ്പോൾ MLA-മാർ നേടിയിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ അതിനേക്കാൾ നല്ല വാദമാണ് പറഞ്ഞു തന്നത്. കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, അതിനേക്കാൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും അല്ല ശ്രീ വിൻസൻ ഇവിടുത്തെ പ്രശ്നം. അഴിമതിയാണ്, അഴിമതിയാണ്. ഈ അഴിമതി എന്ന് പറയുന്നത് ഇതാണ്. എനിക്കറിയേണ്ട ഇതാണ്. അങ്ങ് ഇടതുപക്ഷ MLA-മാരുടെ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരുടെ പേരോ പറഞ്ഞോളൂ, നമുക്ക് അന്വേഷിക്കണം. അതിനുവേണ്ടി ഞാനും അങ്ങയോടൊപ്പം വാദിക്കാം. പക്ഷേ എൻ്റെ ഒറ്റ ചോദ്യം, രമേശ് ചെന്നിത്തലയിൽ തുടങ്ങി TN പ്രതാപനിലൂടെ നീളുന്ന 25 പേരുടെ ലിസ്റ്റാണ് ഇപ്പൊ പുറത്തു വന്നത്. ഈ ലിസ്റ്റിൽ പെടുന്ന ആളുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് 4-5 പേരെങ്കിലും MBBS പഠിക്കാൻ യോഗ്യതയുള്ളവർ അല്ല. അവർ അതിനകത്തുണ്ടെങ്കിൽ അന്വേഷിക്കണമോ, നടപടി എടുക്കണമോ? പിന്നെ തീർച്ചയായും അന്വേഷിക്കണം. ഞാൻ വേണമോ? ഒന്നുകൂടെ ആർജവത്തോടു കൂടി അന്വേഷിക്കുമ്പോൾ
ഇത് വി എസ് അച്യുതാനന്ദന്റെ പേരക്കുട്ടികളടക്കം പിണറായി വിജയന്റെ മക്കളടക്കം പിണറായി വിജയന്റെ മക്കളുടെ എല്ലാവരും കൂടെ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ എല്ലാം നടക്കട്ടെ. നടപടി വേണം. അതല്ല ഇവിടുത്തെ പ്രശ്നം. അതല്ല നിങ്ങളുടെ അതാണോ ആദ്യം വേണ്ടത്? നിങ്ങളുടെ 25 MLA മാർ നിരാഹാരം കിടക്കുന്നത് ജനങ്ങൾ അറിയണ്ടേ? നിങ്ങൾ പറയുന്ന തലവരി പണം പിരിക്കുന്നു കൊടുക്കുന്നതിനെതിരാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് കൊടുത്തതാണ് നിങ്ങൾ. അത് കൊടുത്തിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ നേടിയത്. യോഗ്യത പോലുമില്ല. 25,000 റാങ്ക് നേടിയ ആൾ വരെ കയറിയിട്ടുണ്ട്. ഞങ്ങൾ 20-ാം തീയതി മുതൽ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഈ സർക്കാർ ഉണ്ടാക്കിയ കോഴ കരാറിനെതിരായിട്ടാണ്. ഈ കോഴ കരാറിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അനിയന്ത്രിതമായി ഇന്ന് വരെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലാത്ത വൻതോതിലുള്ള ഫീസ് വർധനവിനെതിരായിട്ടാണ്. ഞങ്ങൾക്ക് വളരെ കാര്യം പോയി. സമയമില്ലാതെയായി. അപ്പോഴേക്കും നിങ്ങളിപ്പോ തലവരി പണം എന്ന് പറഞ്ഞു. തലവരി പണത്തിനെ കുറിച്ചാണ് നിങ്ങളുടെ പേരിൽ ഇപ്പോ അടുത്ത പ്രശ്നം വന്നിരിക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, അങ്ങ് സ്വാശ്രയ കോളേജ് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ആളാണല്ലോ ഡോക്ടർ ഫസൽ ഗഫൂർ. എൻ്റെ ചോദ്യം അങ്ങയോടാണ്. അങ്ങയ്ക്ക് അറിവില്ലേ ഇത്തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ക്യാപിറ്റേഷൻ ഫീ നൽകി ഇപ്പോൾ നിരാഹാരം കിടക്കുന്ന ഈ MLA മാർ ഉൾപ്പെടെയുള്ളവരുടെ ബന്ധുക്കളോ മറ്റുള്ളവരോ ഒക്കെ ഈ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ അങ്ങയ്ക്ക് അല്പമെങ്കിലും ആലോചിക്കേണ്ടതുണ്ടോ? ആ കാര്യത്തിൽ ഉത്തരം പറയാൻ. ലാൽ, ആദ്യമായിട്ട് കുറച്ചൊക്കെ ഒരു പ്രതിപക്ഷ ബഹുമാനമാണ് ലാൽ. ശ്രീ വിൻസെന്റിനോട് അനുവദിക്കൂ. അദ്ദേഹം LDF MLA മാരുടെ പേര് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെ പേര് പറയാൻ എന്താ അനുവദിക്കാത്തത്? അതിൽ കയറി ഇടപെടുന്നുണ്ടോ? അദ്ദേഹം LDF MLA മാരുടെ പേര് പറയട്ടെ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ആരെവിടെ പഠിക്കുന്നത്. ഞങ്ങൾ അസോസിയേഷനിലുള്ളതല്ലേ, നമുക്കറിയാലോ. ഞാനത് വിൻസെന്റിനോട് ചോദിക്കാൻ ഡോക്ടർ ഫസൽ ഗഫൂർ. പക്ഷേ എനിക്ക് ഡോക്ടർ ഫസൽ ഗഫൂർ അറിയേണ്ടത് ഇത് മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ടോ. ഞാൻ വിൻസെന്റിനോട് ചോദിച്ചു, MLA മാരുടെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ പരിയാരത്തെ അല്ലെങ്കിൽ എവിടെയോ ഒരു ഡയറക്ടർ ബോർഡിലുള്ള രമേശൻ്റെ DYFI നേതാവിൻ്റെ പേരാണ് പറഞ്ഞത്. അദ്ദേഹം MLA ആണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ MLA ആണോ LDF ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് പറയുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ അങ്ങയോട് ഞാൻ ശ്രീ വിൻസെന്റ് അങ്ങനെ ഉണ്ടോ, പേരുണ്ടോ, MLA മാരുടെ പേരുണ്ടോ? കടകംപള്ളി സുരേന്ദ്രൻ്റെ, പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ 2 മക്കൾ പഠിച്ചത്, പിന്നെ കോടിയേരിയുടെ മരുമകൾ പഠിച്ചത്, പിന്നെ ശർമ്മ MLAയുടെ മകൾ പഠിക്കുന്ന അമൃത കോളേജിലാണ്, മുരളി പെരുന്നല്ലി MLAയുടെ മകൾ പഠിക്കുന്ന തൃശ്ശൂർ ചിറ്റിലപ്പള്ളിയിലെ IAS സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ്. ഇങ്ങനെയൊക്കെ ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ വിൻസെന്റിനോട് തന്നെ ഞാൻ വീണ്ടും അവസരം കൊടുക്കുകയാണ്. ഈ പറഞ്ഞ MLA മാരുടെയൊക്കെ അല്ലെങ്കിൽ മന്ത്രിയുടെയൊക്കെ മകൾ അല്ലെങ്കിൽ മകൻ അവിടെ പഠിച്ചിരുന്നു എന്നങ്ങ് പറയുന്നു. ഇവർ ഈ സ്വാശ്രയ മെറിറ്റ് ലിസ്റ്റ് അട്ടിമറിച്ച് ക്യാപിറ്റേഷൻ ഫീ നൽകി ഈ പറഞ്ഞതുപോലെ എൻട്രൻസ് ലിസ്റ്റിലും ഇല്ലാതെ അവിടെ കയറിയിരിക്കുകയാണോ? അല്ല, അത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഉറപ്പില്ല. അങ്ങനെ ഉറപ്പില്ല, എനിക്ക് കൃത്യമായി പറയാൻ കഴിയും. പക്ഷേ മറ്റൊരു ഉറപ്പുണ്ട്. അത് ഉറപ്പില്ല, മറ്റൊരു ഉറപ്പുണ്ട്. ഇല്ലാന്നേ. ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാൻ സമയം കൊടുത്തു, അങ്ങ് ചോദിച്ച ചോദ്യം ചോദിച്ചു. ഒരു LDF MLAയുടെ കാര്യത്തിലും ഞാൻ ചോദിച്ച ആ കാര്യത്തിൽ ഒരു ഉത്തരവില്ല. അതായത് സ്വാശ്രയ കോളേജിൽ അവിടെ എൻട്രൻസ് പരീക്ഷ പാസ്സാകാതെ ഈ ഇടയിൽ കൂടി കയറിയോ നിങ്ങൾക്ക് പൈസ തന്നിട്ട്? ഇതാണ് ചോദ്യം. പാസ്സായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ സർക്കാർ കോളേജിൽ പോയില്ല? എന്തുകൊണ്ട് ഈ സ്വാശ്രയ കോളേജിലേക്ക് പോയത്? ഫീസ് കൊടുത്ത് സ്വാശ്രയ കോളേജിലേക്ക് പോയെന്താ? അത്ര യോഗ്യത ഉണ്ടെങ്കിൽ. ശരി ഡോക്ടർ ഫസൽ ഗഫൂർ, അതിനു കൂടി മറുപടി താങ്കൾ പറയൂ. ശരി, ഞാൻ പറയാം. ഇത് വളരെ വ്യക്തമാണ്. അല്ലേ, ഇവർ ആരോപിക്കുന്നത് ഇപ്പം ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് കയറിയെന്നാണ്. അപ്പോൾ എൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ LDF ഭരിച്ചിരുന്ന കാലത്ത് LDFൻ്റെ MLA മാരും UDF ഭരിച്ചിരുന്ന കാലത്ത് UDFൻ്റെ MLA മാരും ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് തന്നെ കയറിയവരാണ്. എന്താ ഇപ്പോൾ തർക്കം? ഇതേ രീതി പ്രക്രിയയാണ്. ഇതേ ജെയിംസ് കമ്മിറ്റിയാണ് കാര്യങ്ങൾ UDFൻ്റെ കാലത്ത് നോക്കിയിരുന്നത്. അങ്ങനെ എന്തെങ്കിലും തിരുമറി അന്നുണ്ടായിരുന്നെങ്കിൽ ജെയിംസ് കമ്മിറ്റി കണ്ടുപിടിക്കാമായിരുന്നല്ലോ. ജെയിംസ് കമ്മിറ്റി ഒരൊറ്റ കേസ് ഞാൻ ചോദിച്ചു, ഒരു കുട്ടിയെ പുറത്താക്കിയിട്ടില്ല, ഒരു കോളേജ് റദ്ദാക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവം ജെയിംസ് കമ്മിറ്റി UDF കാലത്ത് നടത്തിയിട്ടില്ല. ഇപ്പോഴൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെ കിട്ടി, ഏത് കുട്ടിയെ പുറത്താക്കി, 1200 കംപ്ലയിൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊക്കെ റെക്ടിഫിക്കേഷൻ കംപ്ലയിൻറ്റുകളാണ്. അത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ക്ലിയർ ആയല്ലോ. അപ്പോൾ ആ പ്രശ്നം ഒന്ന്. രണ്ടാമത്തെ കാര്യം വരുന്നത് രാഷ്ട്രീയക്കാരുടെ മക്കൾ പഠിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. വ്യക്തമായിട്ട് രാഷ്ട്രീയക്കാരുടെ ഒരുപാട് ആൾക്കാരുടെ മക്കൾ പഠിക്കുന്നുണ്ട്. എനിക്ക് നല്ലോണമായിട്ട് അറിയാം. അല്ലേ, എനിക്ക് നല്ലോണം അറിയാം ആരൊക്കെ അവിടെ പഠിക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ വലിയൊരു ചർച്ചയ്ക്ക് പോകണ്ട. കാരണം അവരെ മെറിറ്റും റാങ്ക് ലിസ്റ്റും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്.
അവർ ഏത് റാങ്കിൽ വന്നെന്ന് കണ്ടുപിടിക്കാനായിട്ട് അന്നൊക്കെ കേരള എൻട്രൻസിന്റെ റാങ്ക് നോക്കി വെച്ചാൽ മതി. അപ്പൊ അവർ ക്വാളിഫൈഡ് ആണോ ഇല്ലെന്ന് കണ്ടുപിടിക്കട്ടെ. ഡോക്ടർ ഫസൽ ഗഫൂർ അത് എന്തിനാണ് അതിനെ മറച്ചു വെക്കുന്നത്? ഈ 4-5 പേര് ഇതിനകത്ത് ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് ഞങ്ങളുടെ വാർത്താ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അത് അങ്ങേക്ക് അതിനകത്ത് അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് പല പല കോളേജുകളിലല്ല. എനിക്കങ്ങനെ പല പല കോളേജിലെ കാര്യങ്ങൾ പറയാൻ പറ്റും. ആ കോളേജുകളിൽ ഈ കുട്ടികൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവർ ക്വാളിഫൈഡ് ആയിരുന്നോ ഇല്ല എന്നുള്ളത് ഞാൻ അറിയുന്നില്ല. കുട്ടികൾ പഠിക്കേണ്ടതെന്നല്ല. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു സ്വയംഭരണ കോളേജിൽ പോയിട്ട് ഇവിടെ ആരൊക്കെ മന്ത്രിമാരെ MLA കുട്ടികൾ പഠിക്കേണ്ടെന്ന് അവിടെ കപ്പലണ്ടി വെക്കണമെന്നോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരില്ല ഇവിടെ പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ അതിലെന്താ എത്ര വലിയ പ്രശ്നമുള്ളത്? പക്ഷേ ഇഷ്യൂ എടുക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഒരു മിനിറ്റ് പറഞ്ഞോളൂ. ഇവരിപ്പോ നിരാഹാരം കിടക്കുന്നുണ്ട്. അതിനകത്ത് ക്യാപിറ്റേഷൻ ഫീയുടെ കാര്യം പറഞ്ഞാണ് അവരിപ്പോ ഏറ്റവും ഒടുവിൽ വാദിക്കുന്നത്. ഇപ്പൊ അങ്ങ് പറയുന്നു ഈ ക്യാപിറ്റേഷൻ ഫീ ഇവർ നൽകിയിട്ടുണ്ട്, അത് പണ്ടും ഉണ്ടാകാം ഇപ്പോഴും ഉണ്ടാകാം. അപ്പൊ പിന്നെ ഇപ്പോഴത്തെ കാര്യത്തിൽ ഇവർ ഇങ്ങനെ സമരത്തിന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള ഒരു അർഹത ഉണ്ട് എന്ന് M. വിൻസെന്റിനെ പോലുള്ളവർ കരുതുന്നത് ശരിയാണോ? ക്യാപിറ്റേഷൻ ഫീ നൽകി തന്നെയാണോ ഈ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള 4-5 പേരെങ്കിലും ഈ വിവിധ കോളേജുകളിലെങ്കിലും പഠിക്കുന്നത്? അതായത് ലാൽ, ഇവരുടെ മാർക്ക് ലിസ്റ്റ് ഇവരൊക്കെ പണ്ട് ചേർന്നവരാണ്. ഇവരുടെ മാർക്ക് ലിസ്റ്റ് ഞങ്ങൾ പരിശോധിക്കണം. ഞങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഇവരുടെ റാങ്ക് കണ്ടുപിടിക്കണം, ഇവരെങ്ങനെ കയറി എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇതൊക്കെ നമുക്ക് ഓർമ്മയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, ഒരുപാട് UDF MLA മക്കൾ ഞങ്ങളുടെയൊക്കെ കോളേജുകളിൽ പഠിക്കുന്നുണ്ട്. അത് ഒരു തർക്കവുമില്ല. നാളെ എന്നോട് ഔദ്യോഗിക വൃത്തങ്ങളും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ ചാനലുകൾ പറയേണ്ട ആവശ്യമില്ല. ഇവരുടെ റാങ്കും ഞാൻ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. ഇരുട്ടത്ത് നടത്തുന്ന കോളേജ് ഒന്നും അല്ലല്ലോ, നിങ്ങളുടെ കോളേജുകളിൽ പഠിക്കാൻ വേണ്ടി തന്നെയല്ലേ നടത്തുന്നത്. അതിന് അർഹതയുള്ളവരെ അവിടെ എടുക്കണം. അംഗീകൃതമായ ഫീസാണ് കൊടുക്കേണ്ടത്. ക്യാപിറ്റേഷൻ ഫീ ഇപ്പോൾ ഒരു തർക്കമായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നീറ്റ് പോലെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ അട്ടിമറിക്കാതെ കാര്യങ്ങൾ കൊണ്ടുപോകണം. ഇത് നിങ്ങൾ അട്ടിമറിക്കുന്നു. നിങ്ങളുമായി സർക്കാർ ഇപ്പോൾ ഒത്തുകളിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ക്യാപിറ്റേഷൻ ഫീ വാങ്ങി ആളുകളെ ചേർക്കുന്നു എന്ന് ഈ 25 MLA കൂടി ചേർന്നാണ് ഇപ്പോൾ നിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നേരെ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? തീർച്ചയായിട്ടും പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ എല്ലാ റാങ്ക് ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അല്ലേ, ഇവർക്ക് എത്ര മെറിറ്റ് ഉണ്ട്, ഇവരെ ഏത് കാറ്റഗറിയിൽ ചേർത്താമെന്നുള്ളതുണ്ട്, അപ്പോൾ ഇവരെത്ര ഫീസ് കൊടുക്കുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പുറത്തോട്ട് വരും. അത് പക്ഷേ ഇപ്പം പെട്ടെന്ന് ചോദിച്ചാൽ ഈ 22 കോളേജിൽ ആരൊക്കെ പഠിക്കുന്നത്, അതിൽ LDF ആര്, UDF ആര്, അവർ ഏത് റാങ്ക് ലിസ്റ്റിൽ നിന്ന് വന്ന് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അത് പക്ഷേ ഞാനൊരു കാര്യം പറയാം, കൈരളി പുറത്തു വിട്ടിരിക്കുന്ന ഈ ലിസ്റ്റ് വ്യാജമല്ല. ആ ലിസ്റ്റിൽ പഠിക്കുന്ന എല്ലാ MLA കുട്ടികളും പഠിക്കുന്നുണ്ട്. അത് യാതൊരു തർക്കവുമില്ല. രമേശിൻ്റെ മകളും പഠിക്കുന്നുണ്ട്. അല്ലേ, രമേശിൻ്റെ മകളിന് മെറിറ്റ് ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഞാൻ ഓഫ് ദ ഹാൻഡ് ഞാൻ പറഞ്ഞുതരാം, ഇവർക്ക് ആർക്കും വലിയ മെറിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അല്ലേ, കാരണം അന്നൊക്കെ തോന്നിയ വിധത്തിലാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത്. ഇന്നത്തെ മാതിരത്തെ ഒരു നിരീക്ഷണമൊന്നും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മെറിറ്റിൻ്റെ കാര്യം നമ്മൾ അധികമായിട്ടൊന്നും പറയാനുണ്ട്. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയേണ്ടി വരും. അപ്പോൾ പക്ഷേ എൻ്റെ പ്രശ്നം അത്രേ ഉള്ളൂ, കൈരളി ചാനലിന് വേണിച്ചാൽ ഞാൻ രേഖകൾ തരാൻ തയ്യാറാണ്. പോരെ, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി വിളിച്ചു ചോദിച്ചാൽ ഞാൻ രേഖകൾ തരാൻ തയ്യാറാണ്. അഡ്മിഷൻ്റെ രേഖകളിൽ അറിയാം ഇവരുടെയൊക്കെ റാങ്ക് എത്രയാണെന്നുള്ളത്. അപ്പം നമുക്ക് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാം. മനസ്സിലല്ലേ, അത് ഫോളോ അപ്പ് ചെയ്യാം. അതിന് ഒളിച്ചു വെക്കാനൊന്നുമില്ലല്ലോ. എന്ത് റാങ്കിലാണ് ഇവർ കയറിയിട്ടുള്ളത്, ഏത് സീറ്റിലാണ് ഇവർ കയറിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, കേരളത്തിലെ ഒരു മന്ത്രിയുടെ മകൻ NRI സീറ്റിൽ കയറുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു മെറിറ്റ്, തീരെ മെറിറ്റില്ലാത്ത ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും. ചിലപ്പോൾ അന്ന് കേരള എൻട്രൻസിൽ ഒരു 15,000 പേര് പാസ്സായിട്ടുണ്ട്, ചിലപ്പോൾ 50,000 റാങ്ക് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു വസ്തുതകളാണ്. പക്ഷേ ലാൽ എന്നോട് പോയിന്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ പുട്ടും, ഈ കാൻഡിഡേറ്റ് എവിടെ എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രയാസങ്ങളുണ്ട്. കാരണം നിങ്ങൾ 25 MLA എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ റാങ്ക് ലിസ്റ്റ് കണ്ടുപിടിക്കണ്ടേ. പക്ഷേ ഇതിലൊരു കാര്യം ഞാൻ ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ ഇപ്പൊ ഈ വാർത്താ സംഘം പുറത്തേക്ക് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നുകൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ, ചില ആളുകളെങ്കിലും ഈ നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നതിനിടയിൽ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഒഴിഞ്ഞുകിടന്ന ചില സീറ്റുകളിലേക്ക് ഇത്തരത്തിൽ ക്യാപിറ്റേഷൻ ഫീ നൽകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്ക് പുറകിൽ നിന്ന് മുമ്പിലേക്ക് എത്തിക്കാനോ ശ്രമം നടത്തിയതായി, സ്വാധീനം ചെലുത്തിയതായി ഇവിടെ കേൾക്കുന്നുണ്ട്. ഇത് അങ്ങേപ്പോലുള്ളവരെയൊക്കെ ഈ കൂട്ടർ സമീപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞങ്ങളുടെ കോളേജിൽ കുറേ കുട്ടികൾ പഠിക്കേണ്ടത് ഞാൻ സമ്മതിച്ചല്ലോ. ഞാൻ ഇല്ലാന്നല്ലല്ലോ പറഞ്ഞത്. അതിൽ UDF MLA-മാരുള്ളൂ, ഒരു LDF MLA ഞങ്ങൾ ഒരു കോളേജിലും പഠിക്കുന്നില്ല. ഇതല്ലേ, ഞങ്ങൾ MBBS-നും പഠിക്കുന്നില്ല, ഞങ്ങൾ ഡെന്റൽ കോളേജിലും പഠിക്കുന്നില്ല, ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിലും ഒരു MLA-യുടെ കുട്ടിയും പഠിക്കുന്നില്ല, LDF-ന്റെ. പക്ഷേ UDF-ന്റെ ഇഷ്ടം പോലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർ മെറിറ്റിൽ കയറിയതാണോ അല്ലേ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇത് വെറും MBBS അല്ല, ഡെന്റലിന് ഈ പ്രശ്നമുണ്ട്, എഞ്ചിനീയറിംഗിലും ഈ പ്രശ്നമുണ്ട്. ചിലപ്പോൾ എഞ്ചിനീയറിംഗിന്റെ മെറിറ്റ് ലിസ്റ്റ് കൂടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ MLA-മാരുടെ എണ്ണം ചിലപ്പോൾ 50 ആയി നിൽക്കും. അത് ഞാൻ പറഞ്ഞു, അല്ല, ചിലപ്പോ LDF MLA-മാരുണ്ടെങ്കിലോ, ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ, അവരുണ്ടായിക്കൂടാന്നില്ലല്ലോ. ഞാൻ തിരിച്ചു വരാം ഡോക്ടർ ഫസൽ ഗഫൂർ. ശ്രീ വിൻസെന്റ്, ഞാൻ അങ്ങേക്ക് സമയം തരുന്നത്, ഞാൻ ശ്രീ വിജിനിലേക്ക് ഒന്ന് പോകേണ്ട സമയമായിരിക്കുന്നു. അതിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് വിജിനിലേക്ക് പോവാം. ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞിരിക്കുന്നത് മുമ്പൊക്കെ തോന്നിയതുപോലെയാണ്, ആ സമയത്താണ് ഇതെല്ലാം കയറിയത്. ഇപ്പോൾ ഒരു നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണമാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഒരു നിരീക്ഷണമുണ്ട്, അതുകൊണ്ട് അത്ര എളുപ്പമല്ല. മുൻകാലങ്ങളിലെ ക്യാപിറ്റേഷൻ ഫീ പോലെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് എളുപ്പം പിടിക്കാൻ പറ്റും, പരാതിയൊക്കെ വരികയാണെങ്കിൽ. മുൻപാണെങ്കിൽ അതൊന്നും പറ്റില്ല. യോഗ്യത ഉള്ളവർ അല്ലാത്തവരും അതിനകത്ത് കയറിയിരിക്കുന്നു. ഈ പറഞ്ഞ ആളുകൾ അവിടെ ഉണ്ട്, ഡോക്ടർ ഫസൽ ഗഫൂറും പറയുന്നു. അല്ല, പല കോളേജുകളിലും നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നീറ്റ് മെറിറ്റിലെ റാങ്ക് ലിസ്റ്റ് എന്ന് മാറ്റി വേറെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നത് ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ചോദിക്കുന്നത്? നിങ്ങൾ പരാതി കൊണ്ടുവരൂ, നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് പുതിയ സ്വാശ്രയ കരാറിൻ്റെ പശ്ചാത്തലത്തിൽ, ഇന്ന് നടക്കുന്ന ഈ വലിയ പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് എല്ലാ കോളേജിലും നടന്നിട്ടുള്ള അഡ്മിഷനെക്കുറിച്ച് പരിശോധിക്കാനും എന്തെങ്കിലും ലാബ്സ് വന്നിട്ടുണ്ടോ, വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും എന്തുകൊണ്ടാണ് ഗവൺമെൻറ് തീർച്ചയായിട്ടും ഗവൺമെൻറ് അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നത്, അങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ റെക്കോർഡുകളുണ്ട്. ഈ ക്യാപിറ്റേഷൻ ഫീ വാങ്ങി ഇടയിൽ കൂടെ കയറിയവരെ ഞാൻ എന്താ പറഞ്ഞു കൊടുക്കാം, ആരെങ്കിലും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിക്കൂ, ഞാൻ പറഞ്ഞു കൊടുക്കാമെന്നാണ്. എന്താ കുഴപ്പം? പറയട്ടെ. ഈ പറയുന്ന പേരുകളാണ് രമേശ് ചെന്നിത്തലയുടെ മകൾ, നിങ്ങൾ പിണറായി വിജയന്റെ മകളെന്നോ അല്ലെങ്കിൽ DYFI ട്രഷറർ ശശിധരൻ രമേശന്റെ മകൾ NRI കോട്ടയിൽ പഠിച്ചതെന്നോ അതൊക്കെ കണ്ടുപിടിക്കട്ടെ. ഡോക്ടർ ഫസൽ ഗഫൂർ, എന്താണ് താങ്കൾ പറയാൻ വന്നത്? അല്ല, ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പിണറായി വിജയൻ എന്ന് പറയുന്നുണ്ട്. പിണറായി വിജയൻ്റെ മകൻ ഇവിടുത്തെ സ്വയശ്ര കോളേജിലൊന്നുമല്ല പഠിച്ചതായി തന്നെ. പിണറായി വിജയൻ്റെ മകനും എൻ്റെ മകനൊക്കെ UK-യിലാണ് പഠിച്ചത്. അവിടെ ചെറിയ ഫീസിനാണ് പഠിച്ചത്. ആ ഫീസിൻ്റെ കണക്ക് എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ ഡ്രാഫ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ബാങ്കിൽ നിന്ന് ഡ്രാഫ്റ്റ് കൊടുത്ത് ആ മൊത്തം ആകെ വന്നത് ആകെ 3 കൊല്ലത്തെ പഠിക്കാനായിട്ട് 4 ലക്ഷം 5 ലക്ഷം റുപ്യ ഉള്ളൂ, എല്ലാം കൂടെ കൂടിയിട്ട്. അപ്പോൾ വെറുതെ നമ്മൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിണറായിയുടെ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, വെറുതെ അനാവശ്യം പറയാൻ തുടങ്ങണമെങ്കിൽ എനിക്കും അറിയാതെ തിരിച്ചു പറയാം. അല്ല, അമൃതയിൽ പഠിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ കോയമ്പത്തൂർ അമൃതയിൽ പഠിച്ച പിണറായിയുടെ മകൻ പഠിച്ചത് ഇവിടെയാണ്, USA-ലാണ്, അല്ല സോറി UK-ലാണ്, ബർമിംഗ്ഹാമിലാണ് പഠിച്ചത്. അതാണ് കോയമ്പത്തൂർ അമൃതയിൽ പഠിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. താങ്കൾ പറയുന്നത് UK-യിൽ പഠിച്ച ഫീസിനെ കുറിച്ചല്ല. ശ്രീ വിൻസെന്റ്, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ പറഞ്ഞ പേര് പിന്നിൽ നിന്നുള്ള റാങ്ക് മുന്നിലേക്ക് എടുത്തിട്ടോ യോഗ്യത ഇല്ലാതെ എൻട്രൻസിൽ തോറ്റപ്പോ ഈ അമൃതയെ കൊണ്ട് ചേർത്തതെന്നാണോ പറഞ്ഞത്? താങ്കൾ കൈരളി ചാനൽ ഒരു അന്വേഷണ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയതുപോലെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യം വിട്ടത് കണ്ടെത്തണം. ശ്രീ വിൻസെന്റ്, അങ്ങ് നിരാഹാരം കിടക്കുന്നവരാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അല്ല, തീർച്ചയായും തീർച്ചയായും നിങ്ങൾ ഈ സമരത്തിൻ്റെ ഉദ്ദേശങ്ങൾ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മുദ്രാവാക്യം ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് നിങ്ങളൊരു അന്വേഷണവും പുതിയൊരു വാർത്തയും വിട്ടു. ശരി, അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ പുതിയൊരു പോയിന്റ് നിങ്ങൾ വന്നു. ഇനിയാണ് ഞങ്ങൾ അന്വേഷണം, നിങ്ങളുടെ അന്വേഷണവും നിങ്ങൾ നടത്തി ഇതിനെ എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ നോക്കി നിങ്ങളൊരു വാർത്ത പുറത്തു വിട്ടു. പറയട്ടെ, ഞാൻ ആ വാർത്തയുടെ പുറകെ ഇനി ഞങ്ങൾ അന്വേഷിക്കണ്ടേ? ഇനി ഞങ്ങൾക്ക് അന്വേഷിക്കാനുള്ള സമയം തരണം. അന്വേഷണമാണ് നടക്കുന്നത്. കോളേജ് നടത്തുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ അതിന് സാക്ഷ്യം ഇപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. കുറെ അദ്ദേഹത്തിനും അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ശരിയാകുമ്പോൾ ശരിയാകാൻ താമസമൊന്നുമില്ല. അതും ശരിയാകും. ഞങ്ങളുടെ അന്വേഷണവും നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കെന്നല്ല, നമ്മൾ കഴിഞ്ഞ കാലത്തും ഈ കാലത്തും എല്ലാം നടക്കുന്ന വൃത്തികേടുകളെല്ലാം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ക്യാപിറ്റേഷൻ ഫീ വാങ്ങി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ആരൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. വിജിൻ,
ഒരു മിനിറ്റിൽ ഇടവേളയ്ക്ക് മുമ്പ് വിജിൻ ഒരു ഉത്തരം തരണം. അത് കഴിഞ്ഞ് വീണ്ടും വിജിനിലേക്ക് ഞാൻ ഒന്നുകൂടി വരാം. ഇപ്പോൾ ശ്രീ വിൻസെൻ്റ് പറയുന്നതനുസരിച്ച് എല്ലാ കാലത്തും എല്ലാ നേതാക്കന്മാരുടെയും മക്കളൊക്കെ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്ന ഒരു രീതിയാണ് ഉള്ളതെങ്കിൽ ഇവിടെ ഈ MLA-മാരുടെ മക്കൾ ഈ ക്യാപിറ്റേഷൻ ഫീ വാങ്ങി ഒരു നിരീക്ഷണ സംവിധാനം ഇല്ലാതിരുന്ന കഴിഞ്ഞ കാലങ്ങളിലാണ് അവിടെ ചേർന്നത് എന്നാണ് ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലുള്ളവരൊക്കെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി അന്ന് എത്ര രൂപ ഫീസ് ഇനത്തിലും ക്യാപിറ്റേഷൻ ഫീ ഇനത്തിലുമൊക്കെയായി നൽകിയിട്ടുണ്ടാകാം? നിങ്ങളന്ന് സമരം ചെയ്തവരാണല്ലോ. ഇവിടെ ഒറ്റ കാര്യം പറയാനുള്ളത്, ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം ഇന്ത്യ. ഒരു വിദ്യാർത്ഥിക്ക്, ഒരു രക്ഷിതാവിന് എവിടെ ചേർന്ന് പഠിക്കാം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ ആരും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടെ പരിശോധിക്കുമ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ഒരു സമര പ്രഹസനം നടത്തുക, മറ്റൊരു ഭാഗത്ത് സ്വന്തം മക്കളെ കൊണ്ടുപോയി ഇത്തരം സ്ഥാപനങ്ങളിൽ ക്യാപിറ്റേഷൻ ഫീസ് കൊടുത്ത് ചേർക്കുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. ഇവിടെ ഏത് വർഷമായാലും ക്യാപിറ്റേഷൻ ഫീസ് വലിയ ഫീസ് തന്നെയാണ് കേരളത്തിലെ സ്വാശ്രയ മേഖലയിൽ വാങ്ങിച്ചിട്ടുള്ളത്. അത് ഏത് വർഷം എന്നുള്ളത് നമ്മൾ കണക്കെടുത്ത് വരികയാണ്. ഓരോരാളുടെ കണക്കുകൾ ഇപ്പോൾ കൈരളിച്ചാൽ തന്നെ പുറത്ത് വിട്ടുകൊണ്ടുവരികയാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താ? ഒരു ഭാഗത്ത് ഒരു പ്രഹസന സമരം നടത്തുക, മറ്റൊരു ഭാഗത്ത് സ്വന്തം മക്കളെ കൊണ്ടുപോയി ഇത്തരം സ്ഥാപനങ്ങളിൽ ക്യാപിറ്റേഷൻ ഫീസ് കൊടുത്തു ചേർക്കുക. ഇവിടെ തന്നെ പുറത്തു വിട്ടല്ലോ പ്രതിപക്ഷ നേതാവ്, മുൻ മന്ത്രി അബ്ദുൾ റബ്ബ്. അത് അബ്ദുൾ റബ്ബിന്റെ മകൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന, അതായത് ഇവരിപ്പോ പറയുന്നത് ഇതിപ്പോ ഇങ്ങനെ തലവരിപ്പണം വാങ്ങി പോവുകയാണെങ്കിൽ പല കുട്ടികൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റാത്തൊരു ഫീസാണ് ആ തലവരിപ്പണവും മറ്റു ഫീസുകളും ഒക്കെ കൂടി നൽകുമ്പോൾ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ മക്കളെയൊക്കെ അവിടെ ചേർത്തപ്പോൾ ഇതിനേക്കാൾ ഭീമമായ ഒരു ഫീസാണ് എന്ന് നിങ്ങളന്ന് പറഞ്ഞല്ലോ. ഏകദേശം ഒരു കുട്ടി അന്ന് എത്ര ഫീസ് കൊടുത്തിട്ടുണ്ടാകാം? തീർച്ചയായും ഇവിടെ കേരളത്തിൽ ക്യാപിറ്റേഷൻ ഫീസ് 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ, അതിലും മുകളിൽ വാങ്ങിച്ച ചില മാനേജ്മെന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഘട്ടങ്ങളിൽ. അവിടെയാണ് ഞങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനില്ല. കഴിഞ്ഞ 5 വർഷം കേരളം ഭരിച്ചത് UDF ആണ്, കോൺഗ്രസ് ആണ് അതിന് നേതൃത്വം കൊടുത്തത്, ഉമ്മൻചാണ്ടിയാണ് നേതൃത്വം കൊടുത്തത്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ സമരത്തിലായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സ്വാശ്രയ സമരത്തിലാണ് മാനേജ്മെന്റുകൾക്കെതിരെ. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ തലവരിപ്പണം വാങ്ങിക്കുന്നു, ഇവിടെ മെറിറ്റ് അട്ടിമറിക്കുന്നു. ഞങ്ങൾ ഏറ്റവും ശക്തമായ സമരത്തിലായിരുന്നല്ലോ. ചാനലുകളുണ്ടായിരുന്നു, റെക്കോർഡുണ്ട്, ഞങ്ങൾ നടത്തിയ സമരത്തിൻ്റെ റെക്കോർഡുകളുണ്ട്. ആ വർഷങ്ങളിലൊന്നും കാണാത്ത ചില ആൾക്കാർ ഇപ്പോൾ ഒരു പ്രഹസനവുമായിട്ട് രംഗത്ത് വരുന്നതിലാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഒരു പ്രഹസന സമരവുമായി രംഗത്ത് വരുന്നു, കുറച്ച് ദിവസം സമരപ്പന്തൽ കെട്ടി സമരം ചെയ്യുന്നു. ഇപ്പോൾ ആ സമരപ്പന്തൽ പൊളിച്ചു മാറ്റി, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന അവസ്ഥ വന്നപ്പോൾ പുതിയൊരു ആർഗ്യുമെന്റുമായിട്ട് മറ്റൊരു സമരം നിയമസഭക്കുള്ളിൽ നടത്തുന്നു. ഇതിന്റെ പ്രഹസനം എന്നല്ലാതെ എന്താ കേരളത്തിൽ? എനിക്ക് പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. UDF നേതാക്കൾ ഉത്തരം പറയേണ്ടത്, ഈ കോടിക്കണക്കിന് രൂപ കൊടുത്ത് അഡ്മിഷൻ നേടി മക്കളെ MBBSകാരൊക്കെ ആക്കി മാറ്റുന്നവർ ആണോ ഇപ്പോൾ അങ്ങനെ ചിലർ കൊടുത്ത് വീണ്ടും ഡോക്ടർമാരായി തങ്ങളുടെ മക്കൾക്ക് ഒരു മത്സരം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരാഹാരം കിടക്കുന്നത്? ശ്രീ PC ജോർജ്, താങ്കൾ തുടക്കം മുതൽ ഉണ്ടാകേണ്ടതായിരുന്നു. കാരണം ഇത്തരം ക്രൂഷ്യൽ ചർച്ചകൾ കൈരളിയിൽ നടക്കുന്ന സമയങ്ങളിലൊക്കെ മുമ്പ് താങ്കൾ കടന്നു വന്നിട്ടുള്ളതാണ്, ചരിത്ര നിമിഷങ്ങളായി മാറിയിട്ടുള്ളതാണ്. ഇപ്പോൾ വിൻസെൻ്റ് MLA നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം പറയുന്നത് UDF MLA-മാർ ഇപ്പോൾ സമരം നടത്തുന്നത് ഈ ക്യാപിറ്റേഷൻ ഫീ നൽകുക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല വിൻസെൻ്റ് തൽക്കാലം. ഇന്നത്തെ നമ്മുടെ വാർത്ത വന്നതിന് ശേഷമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ LDF പണ്ട് ഈ സ്വാശ്രയ കോളേജിനെ എതിർത്തതാണ്, ഇപ്പോൾ അവർ അതിൻ്റെ കൂടെയാണ്, അങ്ങനെയൊക്കെയാണ് മനസ്സിലാകുന്നത്. ഈ ക്യാപിറ്റേഷൻ ഫീ വാങ്ങി 25ഓളം MLA-മാരുടെ മക്കൾ ഒരു നിരീക്ഷണവും ഇല്ലാതിരുന്ന മുൻകാലങ്ങളിൽ യോഗ്യത പോലും ഇല്ലാത്തവർ MBBSകാരായി ഡോക്ടർമാരായി നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. ആ കാര്യം നിൽക്കെയാണ് അവരിൽ പലരും ഈ സമരപ്പന്തലിൽ ഇരിക്കുന്നത്, ജനങ്ങളോട് ഹർത്താലിൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് 2 ചോദ്യങ്ങളാണ് ശ്രീ PC ജോർജ്. ഇതിനുള്ള പണം 1.5 കോടി രൂപയെങ്കിലും വേണം കൊടുക്കാൻ മക്കൾക്ക് വേണ്ടി. എവിടെ നിന്ന് ഈ പണം? ഒന്ന്. രണ്ടാമത്, ഈ നിരാഹാര സമരത്തിന് ഇങ്ങനെ നിൽക്കാനുള്ള ധാർമ്മികമായ അവകാശം ഇവർക്കുണ്ടോ? ഞാൻ ആദ്യമേ പറയട്ടെ, സ്വാശ്രയ കോളേജുകൾക്കെതിരെയുള്ള ഈ സമരം ധാർമ്മികതയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. അതിന് കാരണം, നമ്മൾ UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോ ഇടതുപക്ഷം സമരം നടത്തി എന്നതുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ UDF സമരം നടത്തണോ? അതിനുവേണ്ടി കാരണം അതാണ് ജനാധിപത്യം.
ഈ രാജ്യത്ത് വിദ്യാഭ്യാസ കച്ചവടം കൊണ്ട് അവസാനിപ്പിക്കണം. ഒരു തർക്കം ഒരു പള്ളി വികാരിക്കെതിരെ പരാതി കൊടുത്തതാണ് ഞാൻ. പാസ്പോർട്ടിന് 50,000 രൂപ മേടിച്ചാൽ ഒരു മടിയില്ല എനിക്ക്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുഴുവൻ നേതാക്കന്മാരുടെ മക്കൾ സ്വാശ്രയത്തിൽ പഠിച്ച് ഇംഗ്ലീഷ് കമ്മിറ്റി ഉണ്ടല്ലോ. ഞാൻ പേരൊന്നും കാര്യം പറയാനാ. എന്നാൽ ഇത്രയും ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇത്ര സമയം എടുക്കും. കുഴപ്പമുണ്ടോ? പറയണോ? പറയാം, കുഴപ്പമില്ല. പക്ഷേ യാത്ര ചെയ്യാതെ ഒന്ന് സൈഡിൽ ഒന്ന് നിന്നിട്ട് ഞാൻ സൈഡിൽ നിർത്തിയിരിക്കുക. ശരി ശരി. എന്നാ ഒരു ഞാൻ ഈ സ്വാതന്ത്ര്യ സമരത്തെ മാനസികം അനുഭവിക്കാത്തൊരു കാരണം എന്റെ മകൻ കഴിഞ്ഞ വർഷം തെറ്റി വേണമെങ്കിൽ അവന് ഇതുപോലെ മാനേജ്മെന്റ് സീറ്റിരിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ മകനെ ഞാൻ അതിൽ തയ്യാറില്ല, ആരുടെയും കാല് പിടിക്കാൻ ഞാനില്ല, നീ പഠിച്ച് പാസ്സായിക്കോണം എന്ന് പറഞ്ഞു. രൂപ പ്രശ്നമല്ല, നീ പഠിക്കണം. അവൻ രണ്ടാമത് പഠിച്ച് ഇത്തവണ ടെസ്റ്റ് എഴുതി. ഇവിടെ കേരളത്തിലെ ടെസ്റ്റ് എഴുതി, അവൻ നീറ്റ് എഴുതി. അവസാനം അവന് കിട്ടുന്ന വില വന്നപ്പോഴത്തേക്ക് നീറ്റും ഒന്ന് പ്രശ്നമായി. എന്ത് ചെയ്യണം? അവന് 26 മെഡിക്കൽ കോളേജ് അപേക്ഷ കൊടുത്തു. രൂപ 40,000 എന്റെ കയ്യിൽ നിന്ന് ഞാൻ കൊടുത്തു. ഈ അപേക്ഷ മേടിച്ചു. അവൻ 3 മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വന്നു. ശ്രീ പി സി ജോർജ്, ആ ടെലിഫോൺ ഒന്ന് ശരിയാക്കിയിട്ട് ഞാൻ തിരിച്ചു വരാം. ശ്രീ വിജിൻ, താങ്കൾ ഈ കാര്യം ഒന്ന് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ ഇത്രയധികം പണം കൊടുത്ത് അഡ്മിഷൻ നേടി ഡിസ്ക്വാളിഫൈഡ് ആയ ആളുകൾ വരെ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ സമര കാലഘട്ടത്തിൽ അന്ന് കണ്ടെത്തിയില്ലേ? തീർച്ചയായും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം SFI സമരം നടത്തിയപ്പോൾ, കഴിഞ്ഞ 5 വർഷം പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി കേരളത്തിൽ ഭരിച്ചിരുന്ന ആ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഏറ്റവും ശക്തമായ സമരത്തിലായിരുന്നു. കാരണം മെറിറ്റ് അട്ടിമറിക്കപ്പെടുന്നു. കഴിഞ്ഞ വർഷത്തെ ഉദാഹരണം തന്നെ പറയാം. 1800 റാങ്ക് കിട്ടിയ കോഴിക്കോടുള്ള ഒരു വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥിനിക്ക് കഴിഞ്ഞ വർഷം മെറിറ്റ് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. 9,000-ഉം 10,000-ഉം കിട്ടിയ കുട്ടികൾക്ക് പ്രവേശനം ലഭിച്ച ഘട്ടത്തിൽ പോലും കേരളത്തിൽ കഴിഞ്ഞ വർഷം 1800 റാങ്കിൽ ഒരു കുട്ടിക്ക് പ്രവേശനം നേടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആ കുട്ടി വീണ്ടും ഇപ്രാവശ്യം പരീക്ഷ എഴുതി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് സീറ്റിൽ പ്രവേശനം നേടുന്ന അവസ്ഥയുണ്ട്. ആ രീതിയിലേക്ക് കഴിഞ്ഞ വർഷം മെറിറ്റിനെ പൂർണ്ണമായും അട്ടിമറിക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നവരാണ് ഈ UDFന്റെ ഗവൺമെൻറ്. ആ വർഷങ്ങളിലൊന്നും ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകാത്ത ആൾക്കാരാണ് ഇപ്പോൾ വന്നിട്ട് സമരം നടത്തുന്നത്. ഇതിനെന്ത് സമരം നടത്തുന്നതിന് കുഴപ്പമില്ല, സമരം നടത്തുന്ന ആളുകൾ കൂടി ഇതിന്റെ ഭാഗമാകുന്നതാണ് ഇതിന്റെ പ്രശ്നം. ശ്രീ പി സി ജോർജ് വീണ്ടും വന്നിട്ടുണ്ട്. ശ്രീ പി സി ജോർജ്, താങ്കൾ പറഞ്ഞിരുന്നത് അപ്പോൾ ശബ്ദത്തിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. തുടർന്നോളൂ. കേൾക്കണോ ഞാൻ പറയുന്നത്? പറഞ്ഞോളൂ. അതായത് എന്റെ മകൻ പരീക്ഷ എഴുതി കഴിഞ്ഞ കൊല്ലം അവന് വേണമെങ്കിൽ മാനേജിന്റെ ഓട്ടായി കിട്ടുമായിരുന്നു. അത് സമ്മതിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു അതിന് എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞു. നീ എഴുതി മേടിക്കാൻ പറഞ്ഞു. അവൻ ഈ വർഷം ടെസ്റ്റ് എഴുതി. അത് കഴിഞ്ഞ് അവൻ 26 മെഡിക്കൽ കോളേജിൽ അപേക്ഷ കൊടുത്തത് 40,000 രൂപ പരീക്ഷ അപേക്ഷാ ഫീസ് തന്നെയായി. അവന് 3 മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അത് കേരളത്തിന് പുറത്ത്. കേരളത്തിനകത്ത് കിട്ടിയത് NRI സീറ്റാണ്. അത് 15 സീറ്റുള്ളതിന് 11ാം റാങ്കിലേക്ക് അവൻ വന്നു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ മകനും എന്റെ പെങ്ങളുടെ മകനവനാണ് അവൻ എന്നറിയില്ല. ചർച്ചയാണ്. എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു നിന്റെ ഇഷ്ടം ചെയ്തു, ഞാൻ ഇടപെടുകയാണെന്ന് പറഞ്ഞു. അവര് തീരുമാനിച്ചു കേരളത്തിൽ തന്നെ NRI സീറ്റ് കിട്ടുന്നതാണ് നമുക്ക് ലാഭം, അവിടെ ചേരാം. ഞാൻ അവരോട് ചോദിച്ചു. അവർ ചേർന്നു. 15 ലക്ഷം രൂപയും കൊടുത്തു. 2.5 ലക്ഷം രൂപ പോസ്റ്റ് ഫീസ് കൊടുത്തു. ഒരു ഗ്യാരണ്ടി കൊടുക്കണം. ഒരു ഗ്യാരണ്ടി കൊടുക്കുന്ന എനിക്കറിയില്ല. ഒരു പൈസ അപ്ലിക്കേഷൻ ഫീസ് അവർ മേടിച്ചില്ല. എന്റെ മകനാണ് ഇതെന്ന് ആ കോളേജ് മാനേജ്മെന്റ് അറിഞ്ഞിട്ടില്ല. അറിയാമോ? എന്റെ മകനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ കാശ് മേടിക്കാതിരുന്നത്. രസമുണ്ട്. എന്റെ മകനാണ് ഇവിടെ മാനേജ്മെന്റിന് അറിയില്ല. ഒരു പൈസ ചോദിച്ചില്ല. അങ്ങനെയുള്ള മാന്യമായ മാനേജ്മെന്റ്, സ്വാശ്രയ മാനേജ്മെന്റുള്ളപ്പം അവരെയൊക്കെ വേദനിപ്പിച്ചു ഈ വൃത്തികെട്ട രീതിയിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടന്നുകൊണ്ട് എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും കടുപ്പിച്ചതെന്ന് എനിക്ക് പറയുന്നത്. യാതൊരു സംശയം വേണ്ട. ഈ സമരം അവസാനിപ്പിക്കണം. ഒരു കാര്യം ശ്രീ പി സി ജോർജ്, അതായത് ഇപ്പൊ ഈ MLA-മാരും മുൻ മന്ത്രിമാരും ഒക്കെ ഈ രീതിയിൽ മക്കൾക്ക് വേണ്ടി, സ്വന്തം മക്കൾ എവിടെ വേണമെങ്കിലും പഠിച്ചോട്ടെ, അതിന് യാതൊരു പ്രശ്നവുമില്ല, അങ്ങ് പറഞ്ഞതുപോലെ ഈ 15 ലക്ഷം ആണ് അതിന്റെ ഫീസ് എങ്കിൽ അത് കൊടുത്തോട്ടെ, അതല്ല പ്രശ്നം. ഈ ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്ത അങ്ങ് വീണ്ടും മകനെ വീണ്ടും പരീക്ഷ എഴുതി പഠിപ്പിച്ച് പാസ്സാക്കിയാണ് അത് ചെയ്തത്. പക്ഷേ ഇവിടെ ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്തവർ, ഈ ഒരുപാട് റാങ്ക് പുറകെയുള്ള 25,000 റാങ്കിനും പുറകെ ഉള്ളവർ പോലും ഈ UG-ക്കും PG-ക്കും ഒക്കെ
1.5 കോടിയും ക്യാപിറ്റേഷൻ ഫീ വാങ്ങിയിരുന്ന മുൻകാലങ്ങളിൽ അങ്ങേക്ക് കൂടി അറിയാവുന്ന ആ ഘട്ടത്തിൽ ഇത്രയും നൽകി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്ന്, തെറ്റായ രീതിയിൽ പ്രവേശനം നൽകുന്നത് നേടുന്നത്, 2, ഇത്രയും ഫീസ് എവിടെ നിന്നാണ്, ഈ പണം എവിടെ നിന്നാണ് ഈ ആളുകൾക്കൊക്കെ കൊടുക്കാൻ? ഈ സമരം അങ്ങനെ ചൂടായി വന്നാൽ ആ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് അന്വേഷിക്കേണ്ടി വരും, യാതൊരു സംശയമില്ല. കാരണം ഇത് കോളേജ് എങ്ങനെയെല്ലാം പഠിച്ചൊന്ന് അന്വേഷിക്കണ്ടേ? ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കട്ടെ കൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഒന്നില്ല വലതുപക്ഷത്തിലുള്ള ഏത് കാരണം രാഷ്ട്രീയക്കാരെ മക്കൾ പഠിക്കട്ടെ, അങ്ങനെ ജീവിക്കട്ടെ, ഞാൻ അതിനെ സന്തോഷിക്കുക. പക്ഷെ ഇപ്പോഴുണ്ടാകുന്ന സമരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ കുഞ്ഞുങ്ങളുടെ മനസ്സിന്റെ വേവനാതി ഒന്ന് നോക്കണം. സുപ്രീം കോടതി സ്റ്റേ ചെയ്യുമോ? സുപ്രീം കോടതി സ്റ്റേ ചെയ്യുമോ? ഇന്നലെ സുപ്രീം കോടതി വിധി ഇങ്ങനെ വന്ന് ഇന്ന് രാവിലെ മകൻ എന്നെ വിളിക്കുക, എന്റെ ഫോൺ എടുത്തോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പപ്പ ഞാൻ രക്ഷപ്പെട്ടു, സുപ്രീം കോടതി സത്യസന്ധമായ വിധി തന്നെന്ന് എന്റെ മകൻ എന്നോട് പറയുക. ഞാൻ ചിരിച്ചു. ഞാൻ ഇന്നലെ വന്ന വിധിയാണല്ലോ എന്താ ഞാൻ പറഞ്ഞു. അവൻ രാവിലെയാണ് അറിഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ആവശ്യമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസിക വിഭ്രാന്തി മാതാപിതാക്കന്മാർക്ക് ഉണ്ടാക്കുന്ന ഈ സമരം എത്രയും വേഗം അവസാനിപ്പിക്കാൻ ശക്തമായി ആവശ്യത്തിലാണ്. ശ്രീ പി സി ജോർജ്, ഒരു ഫീസ് കൂടുന്ന അവസരത്തിൽ സമരം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, പ്രതിപക്ഷം അത് ചെയ്യേണ്ടതുമാണ്. പക്ഷെ ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ പോലും പേരാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ രീതിയിൽ യോഗ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് അഡ്മിഷൻ നേടിയത് ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരുടെ മക്കളാണ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അത് പ്രതിപക്ഷത്തിന് ഏത് രീതിയിലാണ് ഇനി ധാർമ്മികമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇനി ഉത്തരം പറയാതെ മുന്നോട്ട് പോകാനാകുമോ? ധാർമ്മികമായി അവർക്ക് ഈ സമരം ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ക്ഷമാപണം നടത്തേണ്ടി വരും. അവർക്കാകെ കേട്ടോ, ഈ UDF ഈ സമരത്തിന് ആകെ ഒരൊറ്റ കാര്യമുള്ളൂ. അതായത് നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട ആളുകൾ പറമ്പുറക്കുണ്ടാക്കിയ സ്ഥാപനമാണത്. ആ സ്ഥാപനത്തിൽ 1.5 ലക്ഷം രൂപ ഫീസ് ഉണ്ടായിരുന്ന സമയത്ത് മറ്റ് സ്വാശ്രയ കോളേജ് 1,85,000 ആയിരുന്നു. ആ 1,85,000 2 ലക്ഷം രൂപയാക്കി 65,000 രൂപ കൂട്ടി ഒറ്റയടിക്ക്. അതാണല്ലോ തർക്കം. അപ്പോ നമ്മുടെ പരിഹാരത്തെ 1.50 2.5 ആകെ ഒരു കുറ്റം കണ്ടെത്തുന്ന അതാണ്. ഞാൻ ആ കാര്യം സമ്മതിച്ചു. 1.5 എന്നുള്ളത് 65 കൂട്ടിയ 2.15 വരെയുള്ള 2.5 ആക്കണമോ? പക്ഷേ ഈ പരിഹാരം പോലും സർക്കാരിന്റെ കോളേജ് അല്ലല്ലോ ശ്രീ പി സി ജോർജ്. അതായത് പറഞ്ഞത് പരിഹാരം കോളേജ് ഗവൺമെന്റ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നഷ്ടത്തിലാണെന്ന് ഞാൻ ഇന്നലെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ആ നഷ്ടത്തിൽ എങ്ങനെയാ പൊതുമേഖലാ സ്ഥാപനം പോലല്ലേ പരിഹാരം അങ്ങനെ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. അത് അവിടുത്തെ സ്റ്റാഫ് ശ്രീ പി സി ജോർജ് തിരിച്ചെത്താം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഒരു ഇടവേളയിലേക്ക് കൂടെ പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു ചോദ്യം അങ്ങയോട് ചോദിക്കാനുള്ളത്. ഇപ്പം അങ്ങേപ്പോലുള്ള ഈ മാനേജ്മെൻറ്റിൻ്റെ MES പോലെയുള്ള മാനേജ്മെൻറ്റുകളെ ഒന്നും സംശയത്തിൻ്റെ നിലയിൽ നിർത്താൻ ഞാൻ തയ്യാറല്ല. പക്ഷേ അങ്ങേക്ക് കൂടി ഈ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഒരു പ്രതിനിധിയാണ് താങ്കൾക്കും പല കാര്യങ്ങളും അറിയാം. ആ അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള പലരോടും ഈ രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ പലരും നടത്തിയിട്ടുണ്ടാകുന്നതാണ്. ഇവിടെ പറഞ്ഞു കേൾക്കുന്ന പേരുകളൊക്കെ നമ്മുടെ മനസ്സിലുള്ള വിഗ്രഹങ്ങളാണ്, പല രീതിയിലുള്ള ആദർശ ധീരന്മാരുടേതാണ്. ഈ രീതിയിൽ സമരത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ആളുകൾക്കൊരു വിശ്വാസ്യതയൊക്കെ തോന്നുന്ന ആളുകൾ ആണ് ഇവരൊക്കെ. അതൊരു തരത്തിൽ വലിയ വിഷമമുണ്ടാക്കുന്നതാണ്. ഈ UDF തന്നെയുള്ള ചിലരെങ്കിലും ഉണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നവർ എന്ന് കരുതിയ ചില പേരുകൾ, TN പ്രതാപനെ പോലുള്ളവർ. രമേശ് ചെന്നിത്തലയെക്കുറിച്ച് പല ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും അദ്ദേഹം അതൊക്കെ ഓവർകം ചെയ്ത് വന്നതാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള 25 പേരിൽ പല പേരുകളും ഈ രീതിയിലേക്കൊക്കെ വരുമ്പോൾ ഇവരൊക്കെ ഒന്നുകിൽ പണം തന്നിട്ടാണ് ഈ തരത്തിൽ അനധികൃതമായ ആരെങ്കിലും യോഗ്യതയില്ലാത്തവർ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ നേടിയിട്ടുള്ളത് ആ വൃത്തികേട് കാണിച്ചത് ഈ പണം തന്നിട്ട് നിങ്ങളിലുള്ള ആർക്കെങ്കിലും, അതല്ലെങ്കിൽ അവർ ഇരുന്ന പദവി ദുരുപയോഗം ചെയ്തു, അവരുടെ പദവി കണ്ട് പേടിച്ച് അവർക്ക് അഡ്മിഷൻ കൊടുത്തു. ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നോ നിങ്ങളുടെ അസോസിയേഷനിൽ? ഞാൻ ഇംഗ്ലീഷിൽ പറയാം. ദ ഐഡൽസ് ഹൂം യു വേർഷിപ്പ് വിൽ ടേൺ ടു ഹാവ് ഫീറ്റ് ഓഫ് ക്ലേ. മനസ്സിലാവുണ്ടല്ലോ, അല്ല ഡോക്ടറാണല്ലോ, മനസ്സിലല്ലേ?
അതായത് ഞാൻ പറയണത് ഒരു വിജിലൻസ് എൻക്വയറി നടക്കട്ടെ, ഇവിടെ മറ്റേ എന്താ പറയുക ക്യാപിറ്റേഷൻ ഫീ വാങ്ങണ്ടോ ഇല്ല എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാനത് സ്വാഗതം ചെയ്യുന്നു, അസോസിയേഷന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അസോസിയേഷനിൽ ഏതെങ്കിലും ഒരു കോളേജുകൾ ക്യാപിറ്റേഷൻ ഫീ വാങ്ങണമെങ്കിൽ അവരും അതിന് ഉത്തരവാദികളായിക്കോട്ടെ, എല്ലാ അസോസിയേഷൻ്റെ അഡ്മിഷനുകളും അവർ നോക്കിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അതോടൊപ്പം തന്നെ കേരളത്തിലെ UDF ആയാലും LDF ആയാലും ഏത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ മക്കളുടെ അഡ്മിഷനെ പറ്റി നമ്മൾ ചില കാര്യങ്ങൾ അറിയണം. ഒന്ന്, ഏത് മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നതാണോ, അല്ലെങ്കിൽ പ്രിവിലേജ് സീറ്റിൽ വന്നതാണോ. രണ്ട്, അവർ OBC എന്നുള്ള പോലെ ന്യൂനപക്ഷം എന്നുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, അത് ക്രീമി ലെയർ ആണോ അല്ലയോ. മൂന്ന്, അവർ NRI ശരിക്കുമാണോ അല്ലയോ, അവർ ക്വാളിഫൈഡ് ആണോ അല്ലയോ, ആ ഡിസ്ക്വാളിഫൈഡ് കാൻഡിഡേറ്റുകൾ ഉണ്ടോ ഇല്ലയോ. അവർ NRI സീറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ NRIക്ക് സാധാരണ ഒരു MLAക്ക് ഇത്രയധികം പണം എങ്ങനെ NRI സീറ്റിൽ കൊടുക്കാൻ പറ്റും? അപ്പോൾ കളി ഇങ്ങോട്ട് കളിക്കണ്ട, കളി തിരിച്ച് കളിക്കാൻ ഫസൽ ഗഫൂറിനും അറിയാം എന്ന് പറയാനാണ് ഞാൻ ഈ ഡോക്ടർ ഫസൽ ഗഫൂർ ആ കളി കളിക്കണം, ഈ കാര്യങ്ങൾ പുറത്തു വരണം. സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കൈരളി ന്യൂസ് ആൻഡ് വ്യൂസ് ഈ രീതിയിൽ ഇപ്പോൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്. അങ്ങ് ഈ ദിവസങ്ങളിൽ അന്വേഷിച്ചെങ്കിലും കാര്യങ്ങൾ പുറത്തേക്ക് വിടണം, ഇതാണ് ഞങ്ങളുടെ ആവശ്യം. അതല്ലേ ഞാൻ പറഞ്ഞ ഒരു വിജിലൻസ് എൻക്വയറി വന്നോട്ടെ എന്ന്. ഇവര് എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ടല്ലോ, LDF ആയാലും UDF ആയാലും. മനസ്സിലായില്ലേ, ആരുടെ കുട്ടികളായിട്ടുണ്ടെങ്കിലും അവരെങ്ങനെ അഡ്മിഷൻ എടുത്തു എന്നുള്ളതിനെ പറ്റിയിട്ട് അവരുടെ വളരെ സിമ്പിളാണ്. കേരള എൻട്രൻസ് എക്സാമിലെ റാങ്ക്, +2വിൻ്റെ റാങ്ക് ഞാൻ ചോദിക്കട്ടെ, 52% മാർക്കുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ട്. +2വിന് 52% മാർക്ക്. അതൊക്കെ എങ്ങനെ അഡ്മിഷൻ കിട്ടി, ഏത് കോട്ടയിൽ കിട്ടി, അവരുടെ പണം, അവരുടെ ഇൻകം ടാക്സ് പരിശോധിക്കണം. MLA-മാരുടെ ഏത് നേതാവിന്റെയാണ് ഇപ്പൊ കളി അങ്ങോട്ടേക്കായല്ലോ, മനസ്സിലായില്ലേ, നിരന്തരം. അതൊക്കെ ഞാൻ വിജിലൻസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടല്ലോ, മനസ്സിലായില്ലേ. അല്ലെങ്കിൽ അവിടെ ഒരു അസംബ്ലിയിൽ ഒരു എൻക്വയറി വെക്കട്ടെ. എൻ്റെ പ്രശ്നം എന്നറിയോ, നിരന്തരം നിങ്ങളുടെ ചാനലുകളിൽ വന്ന് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ദ ബൂട്ട് ഈസ് ഓൺ ദ അതർ ഫുട്ട്, മനസ്സിലായില്ലേ. ഈ MLA-മാരുടെ കാര്യങ്ങളെല്ലാം പരിശോധിക്കട്ടെ. അദ്ദേഹം പറഞ്ഞ വിൻസെന്റ് പറഞ്ഞ MLA-മാരെ കൂടെ പരിശോധിക്കട്ടെ. ഞാൻ പറയട്ടെ, ദിസ് വിൽ ബി ദ ബിഗ്ഗസ്റ്റ് സ്കാൻഡൽ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള. അത് പുറത്തു വന്നാൽ ഐ എം ചാലഞ്ചിങ് യു ഇൻ ദിസ് ചാനൽ. ഞാൻ തിരിച്ചു വരാൻ ഒരു ചെറിയ ഇടവേള കൂടിയുണ്ട്. വിൻസെന്റിന്റെ മറുപടി കൂടി കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ആദർശ ധീരനായ ഒരു MLA എന്നുള്ള രീതിക്ക് ചെറുപ്പക്കാരുടെ പിന്തുണ പിടിച്ചുപറ്റിയ ഒരാൾ കൂടിയാണ്. ആ നിലയിൽ അദ്ദേഹം കാര്യങ്ങൾ അറിയാതെ ആയിരുന്നോ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ടിരുന്നത്? ഉത്തരം പറയേണ്ടതാണ് ശ്രീ വിൻസെന്റ് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ വിൻസെന്റ്, ജനങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ് ഫീസ് വർധനവ് ആണ് പ്രശ്നമെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കും. നിങ്ങളിൽ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസ്യത പോയി, അതാണ് പ്രശ്നം. നിങ്ങൾ ഏത് വിഷയത്തിനോ സമരം ചെയ്തോളൂ, ഇപ്പം പ്രശ്നം അതല്ല. നിങ്ങൾ ആ സമരം നടത്തുന്നത്, നിങ്ങൾ ആ സമരം നടത്താനുള്ള യോഗ്യതയുള്ളവരല്ല എന്ന് ഈ രീതിയിൽ ആളുകളെ കൊണ്ട് പറയിച്ചിരിക്കുന്നു. അത് ഇതിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നതാണ്. അങ്ങേപ്പോലുള്ളവർക്ക് അത് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ദിവസം കൈരളി ചാനലിൽ ഒരു വാർത്ത അടിച്ചിട്ട് അവർ തന്നെ പറയുന്നു ഈ സമരത്തിന് ജനങ്ങളുടെ വിശ്വാസ്യത പോയി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസ്യത അളക്കുന്ന അളവുകോൽ എന്താണ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചുകൊള്ളട്ടെ. നിങ്ങളുടെ നിങ്ങളുടെ രാഷ്ട്രീയ നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള സമീപനവും നിലപാടും എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഈ സമരം തുടങ്ങിയത് കേരളത്തിൻ്റെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ഫീസ് ഹൈക്കിന് ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുത്തതിനെ തുടർന്നാണ്. സമരം ചെയ്യാം, അതിനെ ഞാൻ തർക്കിക്കുന്നില്ല, എതിർക്കുന്നില്ല. പക്ഷേ സമരം ചെയ്യുന്നവർ ചെയ്ത ജോലി എന്തായിരുന്നു? അതാണ് എൻ്റെ പ്രശ്നം. അതാണ് ചോദ്യങ്ങളായി വരുന്നത്. ഈ 25 പേർ അവിടെ നിരാഹാരം കിടക്കുന്നവരോട് അനുഭാവം കാണിക്കുന്ന ഒരു MLA, ഞാൻ തറപ്പിച്ചു പറയുന്നു, ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂർ ഒരു മാനേജ്മെന്റ് അസോസിയേഷനുമായി ഈ സമരം തുടങ്ങിയതിന് ശേഷം ബാർഗെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങക്ക് അന്വേഷിച്ചാൽ അറിയാം. ഇല്ല എന്ന് അങ്ങക്ക് ചലഞ്ച് ചെയ്യാമോ? നേരത്തെ ചോദിച്ചതുപോലെ. ഞാൻ എന്നോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസൽ ഗഫൂർ യെസ് ഓർ നോ, എന്നിട്ട് വിൻസെന്റിലേക്ക്. അല്ല, ഞാൻ പറയാം, സമരപ്പന്തലില് നിൽക്ക് മറുപടി സമരപ്പന്തലിൽ കിടക്കണ ഒരു MLA അല്ല, 2 MLA-മാരുണ്ട്. നിങ്ങൾ അറിയാത്ത അതും പറഞ്ഞുതരാം. അത് നിങ്ങൾ പോയി കണ്ടുപിടിച്ച് വെച്ചാൽ ആ 2 MLA-മാർ ആരാന്നുള്ളത്. ഒരു MLA അല്ല ഉള്ളത്, 2 MLA ഉണ്ട്. ഉത്തരയില്ല, ഒന്നല്ല രണ്ടായി ഞാൻ തിരിച്ചു വരാം. ശ്രീ വിൻസെന്റ്, ഇതാണ് നിങ്ങൾ ഈ സമരത്തിന് പിന്തുണ കൊടുക്കുന്നവരുടെ കാര്യമല്ല. ആ നിരാഹാരം കിടക്കുന്നവരിൽ 2 പേർ ഈ അസോസിയേഷനിലെ ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂറിന് അറിയാവുന്ന മാനേജർമാരുമായി അവിടെ ഇരുന്ന് ബാർഗെയിൻ ചെയ്തു. ഇത് കൈരളി ഉണ്ടാക്കിയ വാർത്തയല്ല, ഡോക്ടർ ഫസൽ ഗഫൂർ ഇപ്പോൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ നീങ്ങാം. സാർ, എന്തിനാണ് ബാർഗെയിൻ ചെയ്തത്? ക്യാപിറ്റേഷൻ ഫീസ് കുറയ്ക്കാനും കൂട്ടാനും അല്ലേ?
അത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപവും. അത് തന്നെയാണ് സാർ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപവും. ഇപ്പോഴും ബാർഗൈനിങ് നടക്കുന്നുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ സർക്കാരിന്റെ യോഗ്യതയില്ലാത്തവർക്ക് അഡ്മിഷൻ കൊടുക്കാനാണോ? എങ്ങനെയാണ് യോഗ്യതയില്ലാത്തവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിയുക? എങ്ങനെയാണ്? സുപ്രീം കോടതി മുകളിൽ നിൽക്കുകയാണ്, നീറ്റ് നിൽക്കുകയാണ്. അല്ല, നിങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല മുകളിൽ നിൽക്കുന്നത്, അവരാ നിൽക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ബാർഗൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നും ഇവിടെ ലേലം വിളി നടക്കുകയാണ്. ഈ സംസ്ഥാനത്ത് ലേലം വിളി അല്ല, പേരല്ലല്ലോ ഇപ്പോ എത്ര പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് താങ്കൾ പറഞ്ഞ അനുസരിച്ച് തന്നെ രണ്ടുപേർ ബാർഗെയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി ബാർഗെയിൻ ചെയ്തു? ക്യാപിറ്റേഷൻ ഫീസ് കുറയ്ക്കണമെന്നാണ്. അതിന്റെ അർത്ഥം ഈ കേരളത്തിൽ ക്യാപിറ്റേഷൻ ഫീസിന് വേണ്ടി ലേലം വിളി നടക്കുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അല്ല, അവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും തെറ്റിപ്പോയി. ഈ MLA-മാർ കഴിഞ്ഞ കൊല്ലം അഡ്മിഷൻ എടുത്തോരാ, അപ്പൊ പോയില്ലേ? അപ്പൊ കഥ കഴിഞ്ഞ് മാറിയില്ലേ? കഴിഞ്ഞ വർഷം ഇവിടെ കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിക്കലുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞ ശ്രീ വിൻസെന്റ് ഇത് എല്ലാം കൂടുതൽ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രകോപനമോ ശാന്തതയോ അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം, ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം, ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ നിങ്ങൾ ഫീസ് വർദ്ധിപ്പിച്ചു. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിരുന്നവർ അതേ പാത പിന്തുടർന്നുകൊണ്ട് ഇപ്പോഴും മാനേജ്മെന്റുമായി സമര പന്തലിൽ ഇരുന്നു കൊണ്ട് ബാർഗെയിൻ ചെയ്യുന്നു, വില പേശുന്നു. 25 MLA-മാരുടെ പേര് ഇപ്പൊ പുറത്തു വന്നു. ഒരു ചോദ്യം കഴിഞ്ഞ വർഷം കോടിക്കണക്കിന് രൂപ തലവരി പണം വാങ്ങിച്ചിരുന്നു. എവിടെ പോയിരുന്നു UDF? എവിടെയായിരുന്നു യൂത്ത് കോൺഗ്രസ്? എവിടെയായിരുന്നു KS? ഞങ്ങളുടെ ചോദ്യങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് മാത്രം എടുത്ത് നോക്കിയാൽ 1,05,00,000 രൂപ തലവരി പണം വാങ്ങിച്ചിട്ടുണ്ട്. ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഒറ്റ ചോദ്യം മാത്രം, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും UDF നേതാക്കൾ പലരും കഴിഞ്ഞ കാലങ്ങളിൽ ഈ ക്യാപിറ്റേഷൻ ഫീ നൽകി എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. അവർക്ക് അതിനുള്ള സോഴ്സ് എവിടെ നിന്നാണ്? ഈ ഫീസ് എല്ലാം കൊടുത്തുകൊണ്ട് ഈ കുട്ടികൾ പഠിക്കുന്നവരെല്ലാവരും യോഗ്യതയുള്ളവരാണോ? ഈ രീതിയിൽ കാര്യങ്ങൾ നിൽക്കെ ഈ സമരത്തിന് എന്തർത്ഥം? ഇതായിരുന്നു ന്യൂസ് ആൻഡ് വ്യൂസ് അന്വേഷിച്ചത്. ഇത് കൈരളിയുടെ മാത്രം വാർത്തയായിരുന്നുവെങ്കിൽ നാളെ മുതൽ എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നത് UDF നേതാക്കൾ? നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ M. വിൻസെന്റ്, വിജിൻ, PC ജോർജ്.